സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തവരോടെല്ലാം നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 40-ാമത്തെ ദശകത്തിൽ 4 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ദ്രുതവിളംബിതമാണ് വൃത്തം. പൂതനയുടെ പുറപ്പാടാണ് തുടങ്ങി വെച്ചത്. അവസരേഖലു തത്രച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോതകത്തെ നികടം ഗത. കാപട്യത്തിൻ്റെ PhD ആയിട്ടുള്ള ഭഗവാന്റെ അടുത്ത് ചെറിയ ചെപ്പടി വിദ്യ കൊണ്ട് പൂതന ചെന്നു. മുല്ലപ്പൂവൊക്കെ ചൂടി മനോഹരമായിട്ട് വസ്ത്രം ധരിച്ച് കുലീനയായിട്ട് ഒരാൾക്കും ഒരു തരത്തിലുള്ള സംശയവും തോന്നാത്ത വിധം ഭഗവാന്റെ അടുത്തേക്ക് ആണ് ചെന്നു. സപതി സാകൃത ബാലകചേതന നിശിചരാന്വയജാകില പൂതന വ്രജപദൂഷ്യകേയമിതീക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ഹൃദബാലകചേതന, അനേകം കുട്ടികളുടെ പ്രാണൻ, യാതൊരു മടിയും കൂടാതെ ദുഷ്ടത്തരത്തിൽ അപഹരിച്ച അവൾ. കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, സാധാരണ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ സങ്കടമുള്ള കാര്യമാണ്. സാത്വികന്മാർക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് ചെറിയ കുട്ടികളെ ശിശുഹത്യ എന്ന് പറഞ്ഞാൽ പരിഹാരം കൂടി ഇല്ലാത്ത പാപമാണെന്നാണ്. എന്തിന് പരിഹാരം ഇല്ല എന്നാണ്, അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനവധി എന്നാണ്. സപതി സാ ഹൃദബാലക ചേതന, ബാലകന്മാരുടെ ചേതനയെ അപഹരിച്ചവൾ. അതായത് ഭാഗവത്തിൽ പറയും, എവിടെവിടേക്കന്നെ രക്ഷോക്നാനി രക്ഷാകർമ്മസു, എവിടെവിടേക്ക് രക്ഷാകർമ്മങ്ങൾ ഇല്ലയോ അവിടെയാണ് അത്രേ പൂതന കയറി ചെല്ലുക. ആണ് ഈ കുട്ടികൾ ജനിച്ചാൽ ചില അന്തിത്തിരി ഒഴിയുക. സന്ധ്യയ്ക്കൊക്കെ നമ്മൾ ഈ ആലിൻ്റെ ഇല കുട്ടികളാകുമ്പോൾ പെറുക്കി കൊടുക്കും. ചേച്ചിമാരുടെ കുട്ടികളെ 7 ആലില ഗുരുതി അതൊക്കെ ചെല്ല് മന്ത്രം ജയിച്ച് ആ ഗുരുതി കൊണ്ടേ കളയുക. അങ്ങനെയൊക്കെ ചില സമ്പ്രദായമുണ്ട്. നമ്മളിപ്പോൾ എല്ലാം ഈ പീഡിയാട്രിസ്റ്റിനെ കാണലുകൊണ്ട് എല്ലാം ആയി എന്നാണ് വിചാരം. ഇപ്പോഴത്തെ ഒരു ചുതിയാണത് നമുക്ക് വന്നതേ. ചില ആൾക്കാർ എന്തെങ്കിലും മന്ത്രം ജയിച്ച് ഭസ്മം തലയിലിട്ട് ആ കുട്ടി കരച്ചിലാട് നിർത്തും. ഇത് പീഡിയാട്രീഷ്യന് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളറിയാത്ത ചില ശക്തികൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് വേഗം ബാധിക്കുക കുട്ടികളെ, പിന്നെ മനോബലം ഇല്ലാത്തവരെയും ബാധിക്കും, സ്ത്രീകളെയും ബാധിക്കും. മനോബലമുള്ളവരെ ബാധിച്ചോളണം എന്നില്ല. അപ്പം ഈ ബ്രഹ്മരക്ഷസൊന്നും മനഃശക്തി ഉള്ളവരെ സ്വതവേ ബാധിക്കലില്ല എന്നാണ്. എന്നാലും ഏതെങ്കിലും തരത്തിൽ അവരിൽ കാണും. അത് സ്ത്രീകളിലും കുട്ടികളിലും പൊതുവേ അവർക്ക് മാനസികമായിട്ട് അവരിലാണത്രേ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലകവചം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഭാഗവതത്തിൽ. ഈ പൂതനാവതായിട്ട് പറയുക. ബാലകവചത്തിൽ 10-12 ശ്ലോകം. ഇന്ന രീതിയിലുള്ള ഭഗവാൻ കുട്ടിയുടെ കാല് രക്ഷിക്കട്ടെ, കൈ രക്ഷിക്കട്ടെ, വയറ് രക്ഷിക്കട്ടെ, തല രക്ഷിക്കട്ടെ. അത് ചെല്ലിയാൽ കുട്ടികൾക്ക് ബാധോപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. പഠിച്ച് ചെല്ലിയാൽ വളരെ നല്ലതാണ്. ചെറിയ കുട്ടികളുടെ അടുത്തിരുന്ന് ചെല്ലുക. അതിവിടെ ചെല്ലുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ചെല്ലണം. കൃഷ്ണന് വല്ല ആപത്തും പറ്റുമോ എന്ന് വിചാരിച്ചിട്ടേ. ലോകനാഥനായിട്ടുള്ള ഭഗവാനുണ്ടോ വല്ലതും പറ്റണു? അവർക്ക് അറിയണ്ടേ ഇപ്പം അത് ഈശ്വരനാണെന്ന് നോക്കാം. മായ കൊണ്ട് ഒരു കുട്ടിയാണ് എന്ന് കരുതി ബാലകവചം ജപിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കഥ അവസാന ഭാഗം പറയുക ഭാഗവതത്തിൽ. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ എവിടെ രക്ഷാകർമ്മങ്ങൾ ചെയ്യുന്നില്ലയോ അവിടെ കയറില്ല. രക്ഷാകർമ്മങ്ങളുള്ള സ്ഥലത്ത് പൂതനയ്ക്ക് പ്രവേശനമില്ല. അല്ലാത്ത സ്ഥലം നോക്കി കുട്ടികളുടെ കരച്ചിലുണ്ടാവും വേണം. അപ്പോൾ അവിടെ കുട്ടിയുണ്ടെന്ന് ഉറപ്പായി. കുട്ടികളുടെ കരച്ചിലുണ്ടാവും ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ചില രക്ഷാകർമ്മങ്ങൾ, അന്തിത്തിരി ഒഴിയൽ, കുട്ടികളുടെ ശ്രേയസ്സിനായിട്ട് ചിലത് ചെയ്യൽ, ഇതൊക്കെ ചെയ്യണം. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അല്ലേ? ഈ പുള്ളവന്മാർ വന്നിട്ട് കുട്ടിക്ക് നാവറ് പാടുക,
അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് പണ്ട്. അതിനൊക്കെ ചില മനഃശാസ്ത്രപരമായിട്ടുള്ള ഫലമുണ്ട് എന്നാണ് പറയുക. ഒന്നാമത് ഈ മെഷ്യൻ്റെയും ഭയങ്കരമായിട്ടുള്ള കഠോര ശബ്ദത്തിനേക്കാട്ടിലും എത്ര പുള്ളോങ്കുടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇല്ലേ. ശ്രീ മഹാദേവൻ തൻ്റെ എന്നുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നിർമ്മാല്യത്തിൽ. ആ ശബ്ദമൊക്കെ എന്ത് സുഖമാണ് ചെവിക്ക് കേൾക്കാൻ. നല്ല ശബ്ദമാണ്, തരംഗങ്ങളാണ്, യാതൊരു ദോഷവും ഇല്ലാത്ത ശബ്ദങ്ങൾ. അപ്പം അതൊക്കെ ഒരു വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ടാവണം എന്നാണ്. അപ്പം ആ വക കർമ്മങ്ങൾ എവിടെ ചെയ്യുന്നില്ലയോ അല്ലേ, ആ പാട്ടൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടം. ഇനി വേറെയുള്ളവരുടെ കാര്യമൊക്കെ അറിയില്ല കേട്ടോ. കറേ എന്നുള്ള ശബ്ദങ്ങളും ഗംഭീര തീക്ഷണ ശബ്ദങ്ങളേക്കാൾ അതൊക്കെ ഇങ്ങനെ കേൾക്കാൻ അല്ലേ, ആ പാട്ട് തന്നെ നല്ല രസമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത സ്ഥലം നോക്കി പൂതന കയറും. ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കും, വിഷം കലർത്തിയ മുലപ്പാൽ. ആ കുട്ടിയാണ് മരിക്കുകയും ചെയ്യും. ഏതാന്നൊന്നും ചോദ്യമൊന്നുമില്ല, ഒന്നും ആർക്കും അറിയില്ലല്ലോ എന്തുകൊണ്ട് സംഭവിച്ചു. ഇന്നത്തെ പോലെയുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളൊന്നും പണ്ടില്ലേ. എങ്ങനെ മരിച്ചതെന്ന് കണ്ടുപിടിക്കാനോ കേസന്വേഷിക്കലോ അല്ലേ, രാസ പരിശോധനയൊന്നും പണ്ടുണ്ടാവില്ല. അതുകൊണ്ടത് കാരണം അന്വേഷിച്ചില്ല. അവർ കരയും, അത്ര തന്നെ. അങ്ങനെയുള്ള ദുഷ്ടത്തി നിശിചര അന്വയജാകില പൂതന. നിശിചര രാക്ഷസി, രാത്രി സഞ്ചരിക്കുന്നവരത്രേ രാക്ഷസ സ്വഭാവം. ഒരാൾക്കാർക്ക് ഈ രാത്രി സഞ്ചരിക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. രാത്രി പുറത്തേക്ക് ഇറങ്ങി നടക്കുക അല്ലേ. മറ്റൊക്കെ പണ്ട് പറയും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ അത് പറഞ്ഞാൽ മൂലവും കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദിക്കും ചിലർ കേട്ടോ. അതല്ല, സ്വതവേ സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണം വിളക്ക് കൊളുത്തുന്നതിന് മുമ്പേ എന്നാണ്. അപ്പം അത് കല്യാണത്തിന് കൂട്ടിക്കൊണ്ടരലേക്ക് മാത്രമാക്കി അങ്ങനെയില്ല, എല്ലാം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടരൽ എന്തിനാ വഴിക്കണം. എല്ലാം സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തുക എന്നതൊരു നല്ല കാര്യമാണ്. അതാണ് ഇവിടെ നിശിചരാന്വയച, രാത്രി സഞ്ചാരത്തിൽ സന്തോഷിക്കുന്നവൾ ആയ പൂതന. വ്രജവദൂഷ്യ കേയമിതീക്ഷണം. വ്രജ സ്ത്രീകളെല്ലാം ഇവളെ ശ്രദ്ധിച്ചു. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു കുലീനത്വമാണ്, എന്തൊരു ആഭിജാത്യമാണ്. എങ്ങനെ ഈ വേഷം വിളക്ക് കെട്ടാൻ സാധിച്ചാൽ നമുക്ക് അത്ഭുതം കേട്ടോ. അവർക്കത് അങ്ങനെ ചിന്തയില്ല, രാക്ഷസിയാണെന്ന് അറിയില്ലല്ലോ. നല്ലൊരു സ്ത്രീ അങ്ങനെ ചിന്തിച്ചു. വിമൃശതീഷു ഭവന്തമുപാതത്തെ, വേഗം ഭഗവാന്റെ അടുത്തേക്കാണ് വന്നു, വേഗം ഭഗവാനെ എടുത്തു. നല്ലൊരു പാമ്പിനെ കണ്ടിട്ട് കയറാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഭാഗവതത്തിലത്തെ ഉപമയിട്ടോ. അബുദ്ധ രജ്ജുഭി, രജ്ജു ഒരു കയറാണ് എന്ന് വിചാരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് പാമ്പിനെ പിടിച്ചാൽ എന്താണ്ട് അവ തൻ്റെ തന്നെ നാശത്തിന് വഴി തെളിച്ചു എന്ന് പറയാണ്. ലളിതഭാവ വിലാസകൃതാത്മഭിർ യുവതി വിപ്രതിരോധമുപാരിത തനമസോ ഭവനന്ദ നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ. ഈ പൂതന അസൗ അവൾ ലളിതഭാവവിലാസങ്ങൾ, ലളിതങ്ങളും ആയ ഭാവവിലാസങ്ങളെ കൊണ്ട് ഗോപയുവതികളാൽ വശീകരിക്കപ്പെട്ടു. ഒരുമാർ സംശയിച്ചതേയില്ല, ദുഷ്ടത്തരം സംശയിച്ചില്ല. ഹൃദാത്മഭി, അവരാലൊക്കെ മനസ്സ് അപഹരിക്കപ്പെട്ടവളായിട്ട് തീർന്നു. എല്ലാവരും ഇവളെ കണ്ട് മോഹിച്ചു. ശരിക്കും ഇവളെ ആരാന്ന് ആരും മനസ്സിലാക്കിയില്ല, ദുഷ്ടത്തിയാണെന്നർത്ഥം. അപ്പം അവരുടെ മനസ്സിനെ മോഹിപ്പിച്ചുകൊണ്ട് ഭവനാന്ത നിഷേധുഷി, ഗൃഹത്തിൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കുകയാണ് ഭഗവാൻ. അവിടേക്കാണ് പോയി, അത്ര ആരും തടഞ്ഞില്ല എന്നാണ്. ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്, ഓടിയാണ് ചെല്ലി എവിടേക്കും കയറും കഴിവുള്ള ചില ആൾക്കാരുണ്ട് അല്ലേ. അവരെ തടയില്ല, കാരണം ആ മാവും മട്ടൊക്കെ ഉണ്ട് കണ്ടാൽ. അങ്ങനെയാണ് കയറി ചെന്നു. ഒരാൾ വാജ്പേയി മന്ത്രിയായിരുന്ന കാലത്ത് ഗുരുവായൂർക്ക് പോയപ്പോൾ കുറേ ആൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി ഇത്രേ. ചില ആൾക്കാർ ഞാനും വാജ്പേയിയുടെ ആളാണ് വിചാരിച്ച് കയറി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരാരും അല്ലേ, പിന്നാലെ ഗംഭീരമായിട്ടാണ് പോയപ്പോൾ ചിലർ തടഞ്ഞില്ല, അവരുടെ ആൾക്കാരാവുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ചില വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരും കയറിയപ്പോൾ ഞാനും കയറി, അവർ വിചാരിച്ചു അവരുടെ ആൾക്കാരാണെന്ന്. എന്ന പോലെ എവിടെ കയറി ചെല്ലാനും ചില പ്രത്യേക വ്യക്തിത്വമുള്ളവരുണ്ട്. അതേപോലെ ഇവൾ ഭവനാന്ത നിഷേധുഷി, ഭവനത്തിൻ്റെ അന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ, കപടാത്മനെ, എല്ലാം അറിയുന്നവനും സർവശക്തനും ആയ ഭഗവാൻ. എന്താ അദ്ദേഹത്തിന് അറിയാൻ ബാക്കിയുള്ളത്?
ഒരു ചെറിയ കുട്ടിയെ പോലെ കിടക്കുകയാണ് ഇവിടെ. കപടാത്മനെ എന്നാണ് കപടാത്മനെ, കാപട്യമൂർത്തിയാണ് ശരിക്കും ഭഗവാൻ. എല്ലാ കാപട്യങ്ങളും ഭഗവാനില്ലാത്ത കാപട്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ചെറിയ ചെപ്പടി വിദ്യ കൊണ്ട് പൂതന അടുത്തേക്ക് പോയി. അപ്പണ്ടോ നടക്കണു. കപടാത്മനെ ഭവതേ സ്തനം പ്രദദുഷി, മുലപ്പാൽ തന്നു. എല്ലാ കുട്ടികളെ അനിച്ച പോലെ ഭഗവാനെ അനിച്ചളയാം എന്നാണ് അവളുടെ അല്പബുദ്ധിയിൽ തോന്നിയത്. ഭഗവാന് പൂതനയെ നല്ലോണം മനസ്സിലായിരിക്കണു. പൂതനയ്ക്ക് ഭഗവാനെ ഒട്ടും മനസ്സിലായിട്ടുമില്ല. ഒരു സാധാരണ കുട്ടി എന്നേ ധരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ സ്ഥിതി. നമുക്കുണ്ടോ ഭഗവാനെ അറിയണു? ഭഗവാന് നമ്മളെയൊക്കെ ഗ്രാം കണക്കിന് തൂക്കി വെച്ചിട്ടുണ്ടാവും എന്നാണ് ഓരോരുത്തരെയും. അറിയാത്ത രീതിയിൽ കൃഷ്ണവിലാസത്തിൽ പറയാം അല്ലേ, അമ്രഫലം, നല്ലൊരു മാങ്ങ എങ്ങനെ കടിച്ച് തിന്നുന്നുവോ അതുപോലെ കൃഷ്ണവിലാസത്തിൽ പാഞ്ചജന്യമിവ പൂതനാസ്തനം പാണിപല്ലവയുഗേന പീഡയൻ. പാഞ്ചജന്യം വിളിച്ചിട്ട് ഭഗവാന് നല്ല ശീലമുണ്ട്. അതേപോലെ ശംഖ് വിളിക്കുന്നത് പോലെ പൂതനയുടെ മുലപ്പാൽ കുടിച്ചു എന്ന് പറയുകയാണ്. പ്രദദുഷീ ഭവതേ കപടാത്മനെ. ആ മുലപ്പാൽ ഭഗവാൻ വലിച്ചു കുടിക്കാൻ തുടങ്ങി. ആരും തന്നെ ഒന്നും തന്നെ സംശയിച്ചതും ഇല്ല. ശപതി സാകൃത ബാലകചേതന നിശിചരാന്വയജാകില പൂതന വ്രജവധൂഷ്യുവകേയമിതിക്ഷണം വിമൃജതീഷു ഭവന്തമുപാദതേ ലളിതഭാവവിലാസകൃതാത്മഭിർ യുവതിഭിർപ്രതിരോത്തുമപാരിത തനമസോ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ എന്നങ്ങനെ പറഞ്ഞ് പൂതനാമോക്ഷം അങ്ങനെ തുടരുകയാണ്. അത്രയും സുന്ദരമായിട്ടുള്ള വർണ്ണനകളൊന്നും അല്ലേ നമുക്ക് ഒരു പുരാണത്തിലും കാണാൻ പറ്റില്ല എന്നാണ്. അതാണ് ഭാഗവതത്തിൻ്റെയും നാരായണീയത്തിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേകത. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.